നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, നമ്മുടെ ചർച്ച ചെയ്യുന്ന ജ്യോതിഷ വാരഫലമാണ് നിങ്ങളുടെ ഈ ആഴ്ചയാകുന്നു. നിങ്ങളുടെ ഈ ആഴ്ചയിൽ നാം ചർച്ച ചെയ്യുന്നത് 2026 ഏപ്രിൽ മാസം 7-ാം തീയതി മുതൽ 13-ാം തീയതി വരെയുള്ള ഒരു വാരക്കാലത്തെ ശുഭാശുഭ ഫലങ്ങളാണ്. ഈ ആഴ്ചത്തെ വാരഫലം ചർച്ച ചെയ്യുമ്പോൾ ഗ്രഹങ്ങളുടെ സ്ഥിതി കൂടി പ്രിയമുള്ള പ്രേക്ഷകർ മനസ്സിലാക്കുക. ഇപ്പോൾ ഈ വാരത്തിൽ ശുക്രൻ മേടൻ രാശിയിലാണുള്ളത്, വ്യാഴം മിഥുനൻ രാശിയിലും, കേതു ചിങ്ങൻ രാശിയിലും, ചന്ദ്രൻ ധനുവിലും, 12-ാം ഭാവത്തിൽ സൂര്യനും ചൊവ്വയും ശനിയുമാണ് സ്ഥിതി ചെയ്യുന്നത്. ഓരോ രാശിക്കാർക്കും ഈ വാരഫലം, ഈ വാരക്കാലം ആഴ്ച എപ്രകാരമായിരിക്കുമെന്നാണ് നാം ചർച്ച ചെയ്യുന്നത്. മകര നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 30 നാഴിക തിരുവാതിര, പുണർന്ന നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 45 നാഴിക വരുന്ന 2.25 നക്ഷത്ര സമൂഹം. ഇവിടെ മിഥുനൻ രാശിക്കാർക്ക് രാശിയിൽ നിൽക്കുന്ന ഗ്രഹം വ്യാഴമാണ്. 3-ാം ഭാവത്തിൽ കേതു, 7 ചന്ദ്രൻ, 9-ാം ഭാവത്തിൽ ബുധൻ രാഹു, 10-ാം ഭാവത്തിൽ സൂര്യൻ ചൊവ്വ ശനി, 11-ൽ ശുക്രൻ. ഈ വാരം മിഥുനൻ രാശിക്കാർക്ക് ജന്മവ്യാഴമാണ്, കണ്ടകശനിയുണ്ട്. അതിൻ്റേതായ മാനസിക പ്രയാസങ്ങളൊക്കെ വരാം. പക്ഷേ ഇവിടെ ധനാധിപനും കർമാധിപനുമായ ഗ്രഹങ്ങൾ ചന്ദ്രനും വ്യാഴവും പരസ്പരം കേന്ദ്രസ്ഥരായി ഒരു കേസരി യോഗം പ്രദാനം ചെയ്യുന്നുണ്ട്. അതിനാൽ കർമ്മമേഖലയിൽ ഈ വാരത്തിൻ്റെ തുടക്കത്തിൽ ചില നല്ല നന്മകളും താൻ ആഗ്രഹിച്ച കാര്യങ്ങൾ നിർവഹിക്കുവാനുള്ള ഒരു പ്രത്യേക അനുകൂലമായ അന്തരീക്ഷ സാഹചര്യം നിലവിൽ വരുന്നതായി കാണപ്പെടുന്നു. കേസരി യോഗമുണ്ട് രാശിക്ക്, അതിനാൽ ബലവാൻ. കാരണം കർമ്മമേഖലയിൽ തനിക്ക് ധനം ലഭിക്കുക, അപ്രീസിയേഷൻ ലഭിക്കുക, അത് ഭാവിയിൽ കർമ്മത്തിൻ്റെ ജോലിയിലുള്ള പ്രമോഷനും മറ്റുമായി തീരാനുള്ള സാധ്യത വളരെ കൂടുതലായി കാണപ്പെടുന്നു. പല തീർത്ഥസ്ഥലങ്ങളും സന്ദർശിക്കുവാനുള്ള യോഗമുണ്ട്. യൂഷ്വൽ തീവ്രമായ മതം കാമം എന്ന് വെച്ചാൽ വിവാഹത്തിന് ഏറ്റവും അനുകൂലമായ സമയമാണ്. വിവാഹ വിഷയം നടക്കാൻ പറ്റാത്ത വിവാഹങ്ങൾ, അല്ലെങ്കിൽ തൽക്കാലം വേണ്ട എന്ന് വെച്ച വിവാഹങ്ങൾ ആരെങ്കിലും വന്ന് ഒരുമിപ്പിക്കാം. പ്രണയബന്ധങ്ങളെ പൂർത്തീകരണമുണ്ടാകും. അതുമാത്രമല്ല, സന്താന വിഷയത്തിൽ ഏറ്റവും നല്ലത്. വിവാഹിതരായ യുവാക്കൾക്ക് ഈ ഒരു സമയം നല്ല ഉത്തമ സന്താനങ്ങളെ ലഭിക്കുവാനുള്ള ഒരു വിത്തിടാൻ വളരെ അനുകൂലമാണ്. സന്താനപതിയായ ശുക്രൻ സന്താന സ്ഥാനത്തേക്ക് നോക്കുന്നു. അതിനു മുമ്പരി ഹയർ സ്റ്റഡീസിന് പോകുന്ന വിദ്യാർത്ഥികൾക്ക് അതിനുള്ള ഒരു ഓപ്പണിംഗ് ലഭിക്കുന്നു. അതിനുള്ള ധനസമാഹരണത്തിന് ബാങ്കുകൾ അവർക്ക് എന്ത് ചെയ്യുന്നു? ഫണ്ട് ചെയ്യുന്നു. ഇങ്ങനെ ധാരാളം ഗുണങ്ങൾ വരും. ആർക്ക്? മിഥുനം രാശിക്കാർക്ക്. ഇവിടെ സന്താനപതിയായ ഗ്രഹം സന്താന സ്ഥാനത്തേക്ക് നോക്കുന്നു. അത് ബുദ്ധിപതി കൂടിയാണ്. ബൗദ്ധികമായ തലത്തിൽ വളരെ നല്ലതാണ്. അപ്പോൾ വളരെ പ്രായമുള്ള മുത്തശ്ശിക്കും തൻ്റെ മക്കൾക്ക് ഒരു സന്താനങ്ങൾ കാണുന്ന, വൈകി സന്താനങ്ങൾ വരുന്ന പൗത്രിമാരെ ലഭിക്കുന്ന ഒരു കാലം കൂടിയാണ്. കർമ്മമേഖലയിൽ വളരെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. കർമ്മമേഖല ശാന്തമായിട്ട് പോകും. അനാവശ്യമായ ബോസിൻ്റെ ഇടപെടലുകൾ ഉണ്ടാകാം. ചിലപ്പോൾ തനിക്ക് ചീത്ത കിട്ടിയെന്ന് വരാം. അതിലൊക്കെ ഖിന്നരാകാതെ മുന്നോട്ട് നീങ്ങണം. കാരണം സമയം വളരെ അനുകൂലമാണ് മിഥുന രാശിക്കാർക്ക്. 60 ദിവസം കൊണ്ട് അവർക്ക് സുഖമായി വ്യാഴം 2-ലേക്ക് വരുന്ന ഒരു വലിയ ഗുണം വരും മിഥുന രാശിക്കാർക്ക്. അതിൻ്റെ തുടക്കമാകട്ടെ ഈ മാറ്റങ്ങളൊക്കെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. തീർത്ഥസ്ഥലങ്ങളെ സന്ദർശിക്കാനുള്ള വലിയ അവസരം വരുന്നുണ്ട്. തീർത്ഥാടനത്തിന് തയ്യാറെടുക്കണം. 9-ലെ ബുധനാണ്. ബുധോ ധർമ്മകേ ധർമ്മശിരഃ അതിധീമാൻ സ്വർഗുനി സ്നാതക. സ്വർഗ്ഗങ്ങളിൽ പോയി കുളിക്കാനുള്ള അവസരം വരുമെന്നാണ് പറയുന്നത്. മോക്ഷം കൊടുക്കാനുള്ള പിതൃക്കൾക്കൊക്കെ കർത്തവാവ് വളരെ അടുത്ത് വരുന്നുണ്ട്. അപ്രകാരം പിതൃതർപ്പണത്തിനൊക്കെ ഏറ്റവും അനുകൂലമായ സമയമാണെന്നോട് അറിയുക. നന്ദി, നമസ്തേ.